അമ്മയിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. യുവതാരങ്ങളെ ആക്കണം എന്നൊരു വിഭാഗം വാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പലരും നോമിനേഷനൊക്കെ കൊടുത്തു തുടങ്ങി. അപ്പോൾ പലരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. വിജയരാഘവനാണെങ്കിൽ തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനൊരു നീക്കം സമവായത്തിലൂടെ നടക്കുന്നുമുണ്ട്. അപ്പം എന്തായിരിക്കും അതിൻ്റെ ഒരു തുടർ നടപടികൾ? തുടർ നടപടികൾ എന്താണെന്നൊന്നും എനിക്ക് കൃത്യമായി അറിയില്ല. ഞാനവിടെ പല സുഹൃത്തുക്കളും ഉണ്ട്. അവരിൽ നിന്ന് ചെറിയ കേൾവികളൊക്കെ ഉള്ളു. ഞാൻ ഇന്നിപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു. രവീന്ദ്രൻ എന്ന് പറഞ്ഞ പഴയ നടൻ പറഞ്ഞിരിക്കുന്നു, യുവതലമുറ അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരണം. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി ഇവരൊക്കെ വരണം എന്ന് പറയുന്നു. എന്ത് കണ്ടിട്ടാണ് രവീന്ദ്രൻ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. വെറുതെ ഒരു പോസ്റ്റ് അങ്ങ് ഇട്ടതാണോ അതോ ആരോടെങ്കിലും ചാനലിനോട് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അമ്മയുടെ നേതൃത്വത്തിലേക്ക് ആര് വന്നാലും എന്താ, ജനങ്ങൾക്ക് എന്താ ഇത്ര ക്യൂരിയോസിറ്റി? ഇത് താരങ്ങളുടെ സംഘടന ആയതുകൊണ്ടാണ്. ആരായിരിക്കും വരുന്നത്, ആര് വന്നാൽ എന്താണ്, അതിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ യഥാവിധി അങ്ങ് നടക്കും. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അതിനെ കൊണ്ടൊന്നൊരു രാഷ്ട്രീയ പാർട്ടി ഒന്നുമല്ലോ. കേരളത്തിൻ്റെ ഭരണം അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഒരു മലമറിക്കാനുള്ള കേസൊന്നുമില്ല. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അതുവഴി ഈ പറഞ്ഞതുപോലെ പല കലാകാരും ഒരുപാട് അവശതകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സിനിമകളില്ല. ഒരു കാലത്ത് നല്ല കാലം മുഴുവൻ സിനിമയ്ക്കായി വിനിയോഗിച്ചു. മക്കളും മരുമക്കളും ഒക്കെ ഉപേക്ഷിച്ച് പോയവരൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കൈനീട്ടം മാസാമാസം കൃത്യമായി കിട്ടുന്ന, അതുകൊണ്ടാണ് മരുന്നും ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കുന്നത്. അപ്പോൾ അത് കുറേ പേർക്കെങ്കിലും അങ്ങനെ നേട്ടം ഉണ്ടാകട്ടെ. ഒരു സംഘടന നശിച്ചാൽ അത് കൊണ്ട് ആർക്കും ഗുണമില്ലാതെ പോവുക. ഈ കൈനീട്ടം മേടിക്കുന്നവരുടെ പ്രാർത്ഥന അത് മുടക്കുന്നവർ വരരുതേ. അതെ, തീർച്ചയായിട്ടും. അതെ അതെ എന്ന് പറയുന്ന ഒരു ആഗ്രഹം മാത്രമേ അവർക്കുള്ളൂ. അല്ലാതെ അവർക്ക് അവിടെ വന്നിട്ട് സംഘടനയെ വല്ലാതെ മുമ്പിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇവിടെ ഒരു ഭരണം പിടിച്ചെടുക്കുക, എന്ത് കാര്യം? ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. മാക്സിമം ഫണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എത്രയോ കോടി രൂപ വേണം ഓരോ വർഷം. അത് ഫണ്ട് ഉണ്ടാക്കുന്ന അതിന് കഴിവുള്ള ഒരു നേതൃത്വമായിരിക്കണം. പിന്നെ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് എല്ലാ താരങ്ങളും ഉള്ളത് കൊണ്ട് അവർക്ക് ഫണ്ട് ഉണ്ടാക്കാനൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഇന്നും താരങ്ങളുടെ ഒരു ഷോയോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോമൻസോ ഉണ്ടെങ്കിൽ അതിന് കാശ് കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ അമ്മയുടെ ജനറൽ ബോഡി നടന്നത് പോലും ലക്ഷക്കണക്കിന് രൂപ ലാഭം കിട്ടിയെന്നാണ് ബാബുരാജോ അങ്ങനെ ആരോ പറയുന്നത് കേട്ടത്. കാരണം ഒരു ജനറൽ ബോഡി പോലും സ്പോൺസർ ചെയ്യാൻ ഒരുപാട് സ്പോൺസേഴ്സ് ക്യൂ നിൽക്കുകയാണ്. അതായത് ഈ താരങ്ങൾ എന്ത് പറയുന്നു, താരങ്ങളുടെ അഭിമുഖം അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ പോലും അത് വിറ്റ് കാശാക്കാമെന്ന് പറയുന്ന ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ചാനലുകളും ഉള്ളിടത്തോളം കാലം അവർക്ക് ഫണ്ടിന് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ സാങ്കേതിക സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്യുന്ന ഇതേ താരങ്ങളെ വെച്ച് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയ്ക്ക് ഒരു പ്രോഗ്രാം നടത്തിയാൽ അതിനും താരങ്ങളുണ്ടെങ്കിലേ സ്പോൺസറെ കിട്ടൂ. അപ്പം താരങ്ങളെ കാണാനാണ് ജനങ്ങൾക്ക് താല്പര്യം. താരങ്ങളെ കാണാനാണ് ചാനലുകാർക്കും, അല്ലെങ്കിൽ അവരുടെ മുഖം കാണിക്കാനാണ് ചാനലുകാർക്കും താല്പര്യം. തീർച്ചയായിട്ടും. ഇപ്പോൾ അമ്മയുടെയൊക്കെ യോഗം നടക്കുമ്പോൾ ഓരോ നടീനടന്മാർ കാറിനകത്ത് വന്ന് ഇറങ്ങി അവർ അവിടേക്ക് കടന്നു വരുന്ന ആ റീൽസ് തന്നെ ലക്ഷങ്ങളാണ് പോകുന്നത്. ഇത് കാണാൻ തന്നെ ആൾക്കാർ ലക്ഷങ്ങളാണ്. ആ ആഗ്രഹവും ആ താല്പര്യവും കൊണ്ട് തന്നെയാണ് അമ്മയുടെ നേതൃത്വത്തിലേക്ക് ആര് വന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം. അല്ലാതെ ആ സംഘടന എങ്ങനെ കൊണ്ടുപോകും? ഞാൻ പറയുന്നത് പ്രശസ്തിയോ യുവത്വമോ ഒന്നുമല്ല. ഒരു സംഘടനയെ നയിക്കുക എന്ന് പറയുന്നത് അതിന് ബുദ്ധി വേണം, ഒപ്പം എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ളൊരു കഴിവുണ്ടാവണം. അവിടെ ധാർഷ്ട്യവും മസിൽ പവറും അല്ല കാണിക്കേണ്ടത്. ചിലടത്ത് സ്നേഹം കാണിക്കേണ്ടി വരും, ചിലടത്ത് ദേഷ്യം കാണിക്കേണ്ടി വരും, ചിലടത്ത് സ്നേഹവും ദേഷ്യവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരും. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതിന് മിടുക്കുള്ളവർ, വൈഭവമുള്ളവരായിരിക്കണം നേതൃത്വത്തിലേക്ക് വേണ്ടത്. ഇപ്പോൾ ബിനു ചോദിച്ചു, വിജയരാഘവൻ വരികയാണെങ്കിൽ ഒരു എതിരുണ്ടാവില്ല, എതിർക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വിജയരാഘവൻ എന്ന് പറയുന്ന നടൻ ഗംഭീര നടനാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ എല്ലാവരോടുമുള്ള ഒരു ഇടപെടലും സ്നേഹവും, അദ്ദേഹം വന്നാൽ എല്ലാവരെയും ഒറ്റച്ചരടിൽ കോർത്ത പോലെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇന്നസെന്റിനെ പോലെ അല്ലെ മോഹൻലാലിനെ പോലെ ഒരു സ്വീകാര്യനായ വ്യക്തി, പെട്ടെന്ന് ക്ഷുഭിതനാവില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ക്വാളിറ്റി ആണല്ലോ വേണ്ടത്. ക്ഷുഭിതനാവില്ല എന്ന് മാത്രമല്ല, മറ്റൊരു ക്വാളിറ്റി കൂടെ വേണം. ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന വിചാരിക്കുക, ആ ഇഷ്യൂ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അതാണ് ഒരു നേതാവിന്റെ മികവ്, ക്വാളിറ്റി. അതൊരു സംഘടനയാണ്, രാഷ്ട്രീയ. ഇപ്പം നമ്മൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയാം, വളരെ തന്ത്രപൂർവ്വം ചില കാര്യങ്ങൾ സോൾവ് ചെയ്തു തരും.
എന്നാൽ ചിലർ ഭയങ്കര ശോഭിതനായി അവിടെ വിപ്ലവം ഉണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, ആ പ്രശ്നം വഷളായിക്കളെ. അങ്ങനെയുള്ള നേതാക്കളെ ജനം ഭയപ്പെടും, അല്ലെങ്കിൽ സംഘടനയുള്ളവർ ഭയപ്പെടും. പക്ഷേ അവരോട് സ്നേഹമുണ്ടാവില്ല. മറ്റൊരു പ്രശ്നമുണ്ടായാൽ എത്രയും പെട്ടെന്ന് അവർ നിഷ്കാസിതരായി പോട്ടെ എന്ന് ഇവർ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കും. അപ്പം വിജയരാഘവൻ അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്, അതേ ക്വാളിറ്റി കുഞ്ചാക്കോവനുണ്ട്. അത്രയും ക്ഷമയും സഹനവും പൃഥ്വിരാജിനുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൃഥ്വിരാജൊക്കെ ചിലപ്പോൾ വളരെ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. അങ്ങനെ ആയിരിക്കണം. പക്ഷേ ആ പറയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ധാർഷ്ട്യമുണ്ടെന്ന് തോന്നാം, ദേഷ്യമുണ്ടെന്ന് തോന്നാം. എന്നാൽ ഇതേ കാര്യം തന്നെ വിജയരാഘവനോ കുഞ്ചാക്കോവനോ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അതിന് മറ്റൊരു രീതി കൈവരട്ടും, വളരെ സോഫ്റ്റായിട്ട്, ആരെയും പിണക്കാത്ത രീതിയിൽ, എന്നാൽ കാര്യങ്ങൾ പറയുകയും. അപ്പം അങ്ങനെ ഒരു നേതൃത്വ ഭരണം നമുക്കിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, രാഷ്ട്രീയക്കാരായ MLA മാരായിട്ടുള്ളവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ രാഷ്ട്രീയ പരിജ്ഞാനമുണ്ട്. പക്ഷെ അവരെ ഒന്നും നമുക്ക് ഉൾക്കൊള്ളാനേ പറ്റില്ല. നമുക്കല്ല, ഇതിൻ്റെ തലപ്പത്തേക്കൊക്കെ കൊണ്ടുവന്നാൽ ശരിക്കും ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. അത് വെച്ച് നോക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ ഒരു പ്രസക്തി മനസ്സിലാകുന്നത്. അത് സത്യമാണ്. അത് ആ ഉൾക്കൊള്ളാൻ പറ്റാത്തത് രണ്ട് തരത്തിലാണ്. ഒന്ന് അവരുടെ രാഷ്ട്രീയ വിശ്വാസം. അതെ, ഇപ്പോൾ ഒരു സംഘടനയിൽ പല രാഷ്ട്രീയ വിശ്വാസികളുണ്ട്. അതെ. അപ്പം ആ രാഷ്ട്രീയ വിശ്വാസം കൊണ്ട് അത് വേറൊരു തലത്തിലേക്ക് പോകാം. കാരണം പല പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. എന്നാൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആള്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ വിജയരാഘവനോ കുഞ്ചാക്കോവനോ ഇതിന്റെ നേതൃത്വത്തിലേക്ക് വരുമോ എന്ന് സംശയമുണ്ട്. കാരണം അവർക്ക് ഒരു അധികാര സ്ഥാനത്തിരിക്കാൻ അങ്ങനെ മോഹമുള്ളവരല്ല. എനിക്ക് പ്രത്യേകിച്ചും ഞാൻ കുട്ടൻ എന്ന് വിളിക്കുന്ന വിജയരാഘവനെ വളരെ വ്യക്തിപരമായി അറിയാവുന്നതാണ്. ഒരിക്കൽ പോലും ഒരു വേദിയിൽ കയറി പ്രസംഗിക്കാൻ പറഞ്ഞാൽ പോലും വേണ്ട എന്ന് പറയുന്ന ഒരാളാണ്. ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ വൈഫ്, ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. എൻ്റെ വൈഫ് ഒരു ഫംഗ്ഷന് വിളിക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് എൻ്റെ വൈഫിൻ്റെ പേര് സിന്ധു എന്നാണ്. അപ്പം ഞാൻ പറയില്ല, നീ തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ കൂട്ടൻ ചേട്ടാ ഇങ്ങനെ ഒരു പരിപാടിയാണെന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ സിന്ധു, ഞാൻ സിന്ധുവിനൊരു പട്ടുസാരി, ഒരു കാഞ്ചീപുരം സാരി മേടിച്ചു തരാം സമ്മാനമായി, ദേവി ഇതെന്നെ ഒന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ ആളാണ്. സാരി മേടിച്ച് കൊടുക്കുകയും ചെയ്തു പ്രോഗ്രാമിന് വന്നു. അപ്പൊ അത്രയും ഈ മുഖ്യധാരയിലേക്ക് വന്ന് അങ്ങനെ ഒരു നേതാവായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. ശരിയാ, നമ്മൾ ഇന്റർവ്യൂകളിലൊന്നും പുള്ളിയെ കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹം എപ്പോഴും ഞാൻ പറയില്ലേ, ഇപ്പോൾ വലിയ തിരക്കുള്ള നടനാകുമ്പോൾ എല്ലാവരും ഇപ്പൊ സിനിമയുടെ ഹബ്ബാണ് എറണാകുളം, ഇവിടേക്ക് വന്ന് താമസിക്കാനൊക്കെ മോഹമുണ്ടോ. എന്നാൽ കോട്ടയത്തെ ഉളശ്ശയിലെ വീട്ടിൽ പോയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനം കിട്ടുന്നത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പൊ അത്രയും കുടുംബസ്ഥനാണ്, കുടുംബമായിട്ട് ചേർന്ന് നിൽക്കുന്നു. ഇപ്പൊ കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒരു കണ്ടാൽ മുത്തച്ഛനാണെന്ന് പറയില്ലെങ്കിലും മുത്തച്ഛനാണ്. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ ഒരുപാട് തവണ അദ്ദേഹത്തിനെ കൊന്നു. അതായത് വിജയരാഘവൻ അന്തരിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര തവണ വന്നു. പക്ഷേ എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് കോള് വരികയാണ്. കോള് വരുമ്പോൾ അദ്ദേഹം തന്നെ ഫോൺ എടുത്തപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഈ വിളിക്കുന്ന ആൾ പുള്ളിയുടെ ശബ്ദം കേൾക്കുമ്പം സോറി അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഒരാൾ ചോദിച്ചിരുന്നു, സാർ മരിച്ചില്ലായിരുന്നു എന്ന്. അപ്പോൾ അതിനെ പോലും വളരെ തന്മയത്വത്തോടെ തമാശയോടെ കണ്ട അല്ലെങ്കിൽ തിരിച്ച് പ്രതികരിച്ച ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, പലരും ഫോൺ വിളിക്കുമ്പോൾ അസഹിഷ്ണുത കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഭയങ്കര ദേഷ്യപ്പെടുന്ന ചില സിറ്റുവേഷൻ ഉണ്ട്. പുള്ളിയോടല്ല, അതെ. അപ്പം പുള്ളി രഹസ്യമായിട്ട് പുറകെ വന്നിട്ട് പറഞ്ഞു, ജോസേ ദേഷ്യം ഒന്ന് കുറയ്ക്കും എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഉപദേശിക്കുന്ന പോലെയാണ്. അപ്പൊ ഞാൻ പറയില്ലേ, അങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും എന്തിനും ഒരു പരിധിവരെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിജയരാഘവൻ. അങ്ങനെയുള്ളവരൊക്കെ അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരട്ടെ, വന്ന് എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു സ്നേഹത്തിൽ പോകുന്ന ഒരു സംഘടനയായിട്ട് മാറട്ടെ എന്നുള്ളതാണ് എല്ലാവരെയും പോലെ ഒരു ചലച്ചിത്ര പ്രവർത്തനം നൽകി എൻ്റെ ഈ ആഗ്രഹം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.